എന്നുള്ള പ്രക്രിയയാണ് നവകേരളം. അതിനകത്ത് എവിടെയോ ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കിയിട്ട് പിന്നെ അതെന്ത് നവകേരളം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം പറയാനാ? സർക്യൂട്ട് ഘടകമാണ് അതല്ല പരിഹരിക്കുന്നത്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നം ഉണ്ടായാൽ ഉണ്ടാവുകയും ചെയ്യും. പ്രശ്നം ഇല്ലാണ്ടിരിക്കില്ല. പ്രശ്നം പലതരം ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഈ വികസിത സമൂഹത്തിലും പ്രശ്നം ഉണ്ടാവും. അപ്പോഴും പരിഹരിക്കും. ഒരു നാണക്കേടില്ല. എന്ത് നാണക്കേട്? ഐസിയിലൊക്കെ അപകടം സംഭവിക്കുന്നത് എന്ത് നാണക്കേടാണെന്ന് നിങ്ങൾ കാണേണ്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ. അതിൻ്റെ അകത്ത് വരാവുന്ന എന്തെങ്കിലും തകരാറിൻ്റെ ഫലമായിട്ട് കുഴപ്പമുണ്ടാകുന്നുണ്ട്. ആ കുഴപ്പം പരിഹരിക്കല്ലാണ്ട് വേറെ വഴി? ശാസ്ത്ര സാങ്കേതിക വിദ്യ തെറ്റാണ്, ഇനി അത് വേണ്ടെന്ന് പറയാൻ പറ്റും. പരിഹരിക്കാം. പണ്ടത്തെ പോലെ തന്നെ മണ്ണെണ്ണയും വിളക്കുമായിട്ട് പുറപ്പെടാൻ തന്നെ നടക്കും. അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും. പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ പറ്റുള്ളൂ. കഴിഞ്ഞ ഈ ഒരു മാസക്കാലത്തിനിടയിൽ 3 കുട്ടികളാണ് ഈ പേവിഷബാധ ഏറ്റുമാറി. 3 പേരും വാക്സിനേഷൻ എടുത്തവരാണ്. തെരുവ് നായ്ക്കളാണ് ആക്രമിച്ചിരിക്കുന്നത്. വാക്സിൻ എടുത്താണ്. അപ്പോൾ വാക്സിന്റെ ആധികാരികതയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് മന്ത്രി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയിലൂടെയും പൂർണ്ണമായിട്ടും ഇത് യോഗ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള വാക്സിനാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വാക്സിൻ കൊടുത്തതല്ല. എല്ലാം ഗവൺമെന്റ് സംവിധാനത്തിന് ഗവൺമെന്റ് സപ്ലൈ ആണ്. അതിന്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ്. ഈ തെരുവുനായ നിർമ്മാർജ്ജനം കൂടി ഫലപ്രദമായി കാണേണ്ടത്. കാരണം നിർമ്മാർജ്ജനം കൂടി ഫലപ്രദമായി കാണേണ്ടത്. കാരണം SAT ആശുപത്രിയിൽ കുട്ടികൾ ചികിത്സയ്ക്ക് വരുമ്പോൾ പോലും ഒരു 20 കുറയാതെ ഉള്ള നായകൾ അവിടെ ആ പരിസരത്ത് അടങ്ങിയിട്ട് നടക്കുക. അത് ഈ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയാണെന്നുള്ള കാര്യം കൂടി ഒരു ആശുപത്രിയുടെ കാര്യം. ഒരു ആശുപത്രി മാത്രമല്ല, നാട്ടിലെ മുഴുവൻ പട്ടി നായകൾ ഒരുപാടുണ്ട്. ഇനിയും കൊല്ലാൻ പാടില്ല. അത് മനസ്സിലായില്ലേ? ഇതിന് കൊല്ലാൻ പറ്റില്ല. ഇന്ത്യൻ കേരളം മാത്രമാണ് ആകെ ചെയ്യാൻ സാധിക്കുന്നത്. അതിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളുണ്ട്. അവിടെ നായിനെ കണ്ടുപോയി ഉടനെ നമ്മൾ പറഞ്ഞ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ഇന്ത്യ ശരി ശരി ഓ അല്ല ഇടക്കിടക്കല്ല. ഇന്ത്യ അടിസ്ഥാനത്തുള്ള ദേശീയ വിഷയങ്ങൾ